എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേ കാർഡ് മേക്കിംഗ് ഐഡിയ ആണ്. അപ്പോൾ ഇതൊരു പോപ്പപ്പ് ഗ്രീറ്റിംഗ് കാർഡാണ് ഉണ്ടാക്കുന്നത്. പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചാർട്ട് പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് വരയ്ക്കാനൊന്നും അറിയാത്തവർക്കും ഒക്കെ ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ഐഡിയ ആണ്. ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. A4 പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനെ ഇതുപോലെ ഇങ്ങനെ പകുതിക്ക് വെച്ച് മടക്കുന്നുണ്ട്. മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ആ ഭാഗത്ത് നമ്മൾ 3.5 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും. അതിനുശേഷം നമ്മൾ മേലോട്ടേക്ക് ഒരു 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇനി നമ്മൾ ആ ഒരു റെക്റ്റാങ്കിളിന് ഒരു 3 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ട് വീണ്ടും മേലോട്ടേക്ക് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു റെക്റ്റാങ്കിളും കൂടെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ആ സ്ഥലത്ത് എടുക്കുന്നത്. രണ്ട് സൈഡിനും 2 സെൻറ്റിമീറ്റർ അളവ് എടുക്കുക. എന്നിട്ട് മേലോട്ടേക്ക് 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിളും കൂടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ഈ താഴേന്ന് ഇത്രയും ഭാഗം നേരത്തെ ഫസ്റ്റ് വരച്ച റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വരുന്ന റെക്റ്റാങ്കിളും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേലത്തെ പേപ്പർ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഒരുമിച്ച് പിടിച്ചിട്ട് താഴെയും കൂടെ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. ഇനി ഇത് വീണ്ടും ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ റെക്റ്റാങ്കിളും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേറൊരു പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ഒരു ബ്ലൂ കളർ പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് ആ ഒരു പേപ്പറിലേക്ക് നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പേപ്പർ ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോപ്പപ്പ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ പോപ്പപ്പ് കാർഡായിട്ട് നമുക്കിത് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ബർത്ത്ഡേ കാർഡ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇതിൽ ഈ ഒരു 3 തട്ടുള്ളത് ഒരു കേക്ക് ആക്കിയിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു കാർഡിൽ കുറച്ച് ഡെക്കറേഷൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 5th ബർത്ത്ഡേ എന്നുള്ള രീതിയിലാണ് 5 എന്ന് എഴുതിയ ക്യാൻഡിൽ വെക്കുന്നത്. ഇനി ഈ കാർഡിൻ്റെ രണ്ട് കോർണറിലായിട്ട് ഇതുപോലെ കളർഫുൾ ബാനേഴ്സ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കാർഡിൻ്റെ താഴത്തെ സ്പേസിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് കോഡ്സ് എഴുതാനുള്ളതാണ്. അപ്പോൾ ആർക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ കോട്ടൊക്കെ അവിടെ എഴുതാവുന്നതാണ്. ഇനി കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പിങ്കും ബ്രൗണും വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് മൊത്തമായിട്ട് കളർ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമ്മളുടെ ഉള്ളിലത്തെ പണി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് കാർഡിൻ്റെ പുറത്ത് കുറച്ച് ഭംഗിയാക്കാം. അപ്പോൾ ബ്ലൂ കളർ ആയതുകൊണ്ട് ഞാനിപ്പോൾ വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് 3D ഹാർട്ടായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഫോൾഡ് മാത്രം ഒട്ടുന്ന രീതിയിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3D ഹാർട്ടായിട്ട് കിട്ടും. അപ്പം ഇതുപോലെ 3-4 എണ്ണം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ഇങ്ങനെ ബലൂൺസ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് വൈറ്റ് വെച്ചിട്ട് ഹൈലൈറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഒരു കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ കാർഡ് കിട്ടുന്നവർക്ക് ഇത് ഇഷ്ടമാവാതിരിക്കില്ല. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.